Then second method. Second method, differential equation the solution there. You have to form the corresponding differential equation. What was the first method? First method means both the solution and differential equation. Both the solution and differential equation are given. You have to verify the given is the solution. Solution there is differential equation there. Solution are verify. രണ്ടാമത്തെ മെത്തേഡ് ആ സൊല്യൂഷൻ തരും കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യണം. അന്നേരം സൊല്യൂഷൻ തന്നാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുന്നതിന് നമ്മൾ പറഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ 2 ആണെന്ന് വിചാരിക്കുക. ഓർഡർ 2 ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷനകത്ത് 2 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാകും. Similarly, if the given differential equation is a first order differential equation, then its solution contains an arbitrary constant. എത്രയാണോ അതിൻ്റെ ഓർഡർ അത്രയും ആർബിട്രറി കോൺസ്റ്റൻറ്റ് സൊല്യൂഷനകത്തുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? അന്നേരം എന്താണെന്നറിയാമോ? അന്നേരം ഈ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സൊല്യൂഷൻ തന്നാൽ കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണാൻ വേണ്ടി ചെയ്യുന്ന മാർഗം എന്താണെന്ന് വെച്ചാൽ ആ സൊല്യൂഷനിൽ എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടോ അത്രയും പ്രാവശ്യം അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഏത് സൊല്യൂഷനെ? കാരണം അത്രയും ടൈംസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആർബിട്രറി കോൺസ്റ്റൻസ് കിട്ടുന്നത്. കാരണം y2 ഡാഷ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ y2 ഡാഷ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു. അതിന് 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആദ്യത്തെ പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y ഡാഷ് കിട്ടും. ഇനി y ഡാഷിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടുമ്പോൾ y എന്ന സൊല്യൂഷൻ കിട്ടും അല്ലേ? അന്ന് 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ആർബിട്രറി കോൺസ്റ്റൻറ്റ് 2 ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഉണ്ടാവും. എന്നാൽ തിരിച്ച് ഈ y എന്ത് ചെയ്താലും y2 ഡാഷ് ആകുക 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ആ തന്നിരിക്കുന്ന സൊല്യൂഷനകത്ത് എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടോ അത്രയും പ്രാവശ്യം അതിനെ എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഈ ആർബിട്രറി കോൺസ്റ്റൻസ് എലിമിനേറ്റ് ചെയ്യുക. എലിമിനേറ്റ് ചെയ്ത് അത് ഒഴിവാക്കിയെടുക്കുക. അതാണ് ചെയ്യുന്ന മാർഗം. എങ്ങനെയാണ്? ആ തന്നിരിക്കുന്ന സൊല്യൂഷനകത്ത് എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടോ അത്രയും പ്രാവശ്യം അതിനെ എന്ത് ചെയ്യും? ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എന്നിട്ട് ആ ആർബിട്രറി കോൺസ്റ്റൻസ് ഒഴിവാക്കും. ഇതാണ് the method of finding a differential equation whose solution is given. That means differentiate as many times as the number of arbitrary constants in the given equation. Differentiate as many times as the number of arbitrary constants in the given equation and eliminate the arbitrary constants. എന്നിട്ട് എന്ത് ചെയ്യണം? ആ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആ ആർബിട്രറി കോൺസ്റ്റൻസ് എലിമിനേറ്റ് ചെയ്യണം. അഥവാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുമ്പോൾ അഥവാ സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ടാകാൻ പാടില്ല? ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ചെയ്യുന്ന മാർഗം എന്താണെന്നാണ്? ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റേ ഉള്ളൂ എങ്കിൽ അതിന് 1 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യണം? ഈ ആർബിട്രറി കോൺസ്റ്റൻറ്റ് എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ദ മെത്തേഡ്. എന്തെന്ന്? മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ whose solution or primitive general solution of primitive is given. എന്ത് ചെയ്യും? ഡിഫറൻഷ്യേറ്റ് ആസ് മെനി ടൈംസ് ആസ് ദ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടോ ആസ് മെനി ടൈംസ് അത്രയും പ്രാവശ്യം അതിനെ എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ആൻഡ് എലിമിനേറ്റ് ദ കോൺസ്റ്റൻസ്, ആർബിട്രറി കോൺസ്റ്റൻസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് the differential equation associated with the primitive the y is equal to ax square plus bx plus c. അതായത് y equal to ax square plus bx plus c സൊല്യൂഷനായി വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാനാണ്. ഇത് ഈ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്? സി ഒരു കോൺസ്റ്റന്റ്, ബി അതുപോലെ എ ഒരു കോൺസ്റ്റന്റ്. ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഇപ്പം എക്ക് നിങ്ങൾ 1 കൊടുത്തു, ബിക്ക് 1 കൊടുത്തു, സിക്ക് 1 കൊടുത്തു. എന്താ വാല്യൂ കൊടുക്കുക? എന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇക്വേഷൻ കിട്ടും. അതായത് y is equal to എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. അതൊരു സൊല്യൂഷനാണ്. അത് പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും. അതായത് എയുടെയും ബിയുടെയും സിയുടെയും ഡിഫറെൻറ്റ് വാല്യൂസിന് നമുക്ക് എന്ത് കിട്ടും? ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് കിട്ടും. ഓക്കെ, അന്നേരം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന അഥവാ ഇത് സൊല്യൂഷനായി വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം ഇതിനകത്ത് 3 ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ട്. 3 ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ എത്ര പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം? 3 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യും. 3 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആദ്യമേ y ഡാഷ് ഈസ് ഈക്വൽ ടു ഇത് വരും 2ax എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് ബി, സി കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ്സ്. അങ്ങനെ 2ax പ്ലസ് ബി കിട്ടി. ഇനി വാട്ട് ഈസ് y2 ഡാഷ്? y2 ഡാഷ് ഈസ് ഈക്വൽ ടു 2axനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യും 2a, എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അങ്ങനെ 2ax പ്ലസ് ബിയുടെ 2a. ദെൻ ഒന്നാമത് ഡിഫറൻഷ്യേറ്റ് ചെയ്യും y3 ഡാഷ് 2aയുടെ ഡെറിവേറ്റീവ് അതെന്ത് കിട്ടും? 0. ഓർ
y3 dash is equal to 0. അതായിരിക്കും ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയി വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അന്നേരം ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ, പ്രോബ്ലം മീൻസ് ഒരു സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ ടു ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിൽ എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കുക. അത്രയും പ്രാവശ്യം അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. പക്ഷേ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്നതിനകത്ത് നിന്ന് എന്ത് ചെയ്യണം? ഈ പറയുന്ന ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഉണ്ടാകാൻ പാടില്ല, അതിനെ എലിമിനേറ്റ് ചെയ്യണം. അതാണ് ചെയ്യുന്ന മാർഗം. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണെന്നറിയാമോ, ജനറൽസിനെ നൽകുന്ന സിംഗുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞായിരുന്നു. സിംഗുലർ സൊല്യൂഷൻ എന്താ ജസ്റ്റ് എന്നൊന്ന് പറഞ്ഞു പോയത് നോക്കിയേ. y is equal to sin x plus c is the general solution of y2 dash plus y is equal to 0. അല്ലേ? ഇതിനകത്ത് what is y is equal to sin x plus c? What is y dash? Cos x plus c. Okay? What is y2 dash? Minus sin x. y is equal to sin x plus c. y dash is equal to cos x. What is y2 dash? Minus sin x. Okay? അന്നേരം എന്താ y2 dash plus y is equal to ചെയ്ത് കിട്ടുന്നത് 0. അന്നേരം y2 dash plus y is equal to 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് നിങ്ങൾ y is equal to sin x plus c എന്ന് കൊടുത്ത് തീരുക. അന്നേരം y2 dash plus y is equal to ഏത് കിട്ടും? 0 എന്ന് കിട്ടും. ആൻഡ് അന്നേരം ഇനി ഇതിലെന്താണെന്നറിയാം, ഈ sin x plus c ക്ക് 1 എന്ന് കൊടുത്താൽ sin x plus 1 ഒരു സൊല്യൂഷൻ ആയിരിക്കും. അത് പർട്ടിക്കുലർ സൊല്യൂഷനാണ്. sin x plus c is equal to 2 ആയാൽ sin x plus 2 അത് മറ്റൊരു സൊല്യൂഷൻ ആയിരിക്കും. ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് c we obtain different solutions. ഓക്കെ, പക്ഷേ അതല്ലാതെ നോക്കിക്കേ, ഇതിനകത്ത് സിക്ക് ഒരു വാല്യൂ കൊടുത്താലും y is equal to cos x plus c എന്ന് കിട്ടില്ല. അപ്പോൾ y is equal to cos x എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ്. what is y dash? മൈനസ് sin x. what is y2 dash? വീണ്ടും മൈനസ് cos x. cos x ന് പകരം y എന്ന് കൊടുക്കും. അന്നേരം y2 dash is equal to ചെയ്ത് വരും മൈനസ് y. ഓർ y2 dash plus y is equal to ചെയ്ത് കിട്ടും, നമുക്ക് 0 കിട്ടും. അതെന്താ? ഇത് അതിൻ്റെ ഒരു ജനറൽ സൊല്യൂഷനാണ്. പക്ഷേ ഇത് എന്ത് തന്നെയാണ്? സൊല്യൂഷനാണ്. പക്ഷേ ഇതെന്തായിരിക്കുന്ന സിക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ പർട്ടിക്കുലർ സൊല്യൂഷൻസ് കിട്ടും. പക്ഷേ സിയുടെ ഒരു വാല്യൂ നമുക്ക് എന്ത് കിട്ടില്ല? ഇത് കിട്ടില്ല. ഇത് എന്ത് തന്നെയാണ്? സൊല്യൂഷനായിരിക്കും. Therefore this is known as a singular solution. അതായത് ജനറൽ സൊല്യൂഷനകത്ത് ഫോർ ഡിഫറെൻറ്റ് ജനറൽ സൊല്യൂഷനകത്ത് ഏതുണ്ടാവും? ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാവും. ഓരോ ആർബിട്രറി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആർബിട്രറി കോൺസ്റ്റന്റിന്റെ ഓരോ വാല്യൂസിനും ഈ ഒറ്റയും ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് കിട്ടും. അതല്ലാതെ മറ്റേതെങ്കിലും സൊല്യൂഷൻ, ഇത് sin x plus 1 സൊല്യൂഷനാണ്, cos x plus 1 സൊല്യൂഷനാണ്, അല്ലേ? സോറി, sin x plus 1 സൊല്യൂഷനാണ്, sin x plus 2 സൊല്യൂഷനാണ്, sin x plus എനി കോൺസ്റ്റന്റ് c സൊല്യൂഷനാണ്. പക്ഷെ ഒരു സിക്ക് നമുക്ക് ഇത് കിട്ടില്ല. അഥവാ y is equal to cos x plus c എന്തായിരിക്കും? സൊല്യൂഷൻ ആയിരിക്കും. But that y is equal to cos x plus c which is different from this solution is known as the singular solution. അന്നേരം ജനറൽ സൊല്യൂഷനകത്ത് സിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് കിട്ടും. അതല്ലാതെ sin x plus 1 sin x minus 1 അതൊക്കെ സൊല്യൂഷൻസ് ആണ്. ഇതല്ലാതെ മറ്റൊരു സൊല്യൂഷൻ വന്നാൽ അതായിരിക്കും നമ്മൾ ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിൻ്റെ സിംഗുലർ സൊല്യൂഷൻ. or y is equal to cos x plus c is a singular solution of the equation. പക്ഷേ അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതെന്താണെന്നാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മാറ്റുന്നത്. എന്നാൽ ഇത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അത് നിങ്ങൾ സ്ക്രീൻ ഷോട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ ബുക്കിലേക്ക് പകർത്തണം. ഓക്കെ, അതെല്ലാവരും ഒന്ന് സേവ് ചെയ്യാം. എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ തന്നാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്ന മാർഗം, അതുപോലെ തന്നെ സിംഗുലർ സൊല്യൂഷൻ എന്താണെന്നുള്ള കൺസെപ്റ്റ്. എന്നിട്ട് ഇത് മൊത്തം നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടിലേക്ക് പകർത്തുക. അടുത്ത ഈ ഒരു പ്രോബ്ലം നോക്കുക. ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് ഓൾ സ്ട്രെയിറ്റ് ലൈൻസ് പാസിംഗ് ത്രൂ ഒറിജിൻ. എന്തായിരുന്നു? ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ സ്ട്രെയിറ്റ് ലൈൻസും, ഇപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും, അതിനകത്ത് എന്താണ്? ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ടാവും, അല്ലേ? ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈന് അന്നേരം ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ടാവും. ആ സ്ട്രെയിറ്റ് ലൈൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കാരണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആദ്യം എഴുതിയിട്ടുണ്ട്, ആൾവേസ് റെപ്രസെൻറ്റ്സ് എ സിസ്റ്റം ഓഫ് കർവ്സ് ആണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും? അതിൻ്റെ ഗ്രാഫ് ഒരു സിസ്റ്റം ഓഫ് കർവ്സ് ആയിരിക്കും. അന്നേരം ആ കേസിനകത്ത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ആ റെപ്രസെൻറ്റ് ചെയ്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിന് വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ? If a line passes through origin, then its equation is y is equal to mx. അല്ലേ? ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ് y is equal to mx, where m is the slope of the line. എന്നാൽ y is equal to any line through origin
is in the form y is equal to mx, where m is the slope of the line. Now, this solution, this solution is the differential equation. Straight lines passing through origin, that is the differential equation represented the solutions represented. That is differential equation solution is the system of straight lines through origin. That is the differential equation represented the curve. What differential equation represented the curve that is the solution represented the curve. Okay? And solution is the differential equation represented. These solutions y is equal to mx, system of straight lines through origin. And that system of lines through origin, that represents the differential equation. That differential equation solution is y is equal to mx. Payment different values, m is equal to 1 straight line, m is equal to 2x, y is equal to 3x, and infinite number of straight lines. These straight lines are original pass. Or y is equal to mx in the equation or arbitrary constant. Therefore, corresponding differential equation is the different solution y is equal to mx in differentiate. Two arbitrary constant and differentiate constant eliminate. Then original pass system represent equation y is equal to mx. Emit different values to straight lines. This is another arbitrary constant. Therefore, since there is only one arbitrary constant, that is differentiating y dash is equal to m into x into derivative 1. That is y dash is equal to m. Now, let's differentiate y dash is equal to m. Now, what is m? Y dash. And this is the equation of differentiate constant eliminate. Arbitrary constant eliminate m is equal to y dash. And make an equation of y dash. That is y is equal to y dash y dash into x. Okay? Or x y dash y minus x y dash is equal to 0. That is system of straight lines passing through origin. That is represented in differential equation. Y dash y minus x y dash is equal to 0. It's okay? This is a screenshot. Let us save it book. Then this problem. Find the differential equation of y is equal to e raised to x into a cos 2x plus b sin 2x. The differential equation of y is equal to e raised to x a cos 2x plus b sin 2x means you are going to find the differential equation whose solution is this one. This represents the differential equation or the solution of the differential equation. Y is equal to e raised to x a cos 2x plus b sin 2x. That is what the result. Then this solution are how many arbitrary constants are? A and b. There are two arbitrary constants. If there are two arbitrary constants, we differentiate the given solution twice. Differentiating, given the solution y is equal to e raised to x a cos 2x plus b sin 2x. There are two arbitrary constants a and b. Then differentiating twice. Differentiating twice. First time differentiation y dash is equal to. Y dash is equal to here you have to apply. Or we shall apply product rule. The first function, the second function. Okay? The e raised to x first, the second function. The first into e raised to x into derivative of this. Derivative of second means a cos 2x plus b sin 2x is all the derivative. First into a into cos 2x derivative, cos derivative minus sin 2x into x into 2. Okay? There are minus a into derivative of cos into minus sin 2x into 2x into 2 plus b into here plus b into sin 2x into derivative, sin derivative cos 2x into 2. That is first into derivative of second plus second into a cos 2x plus b sin 2x into derivative of first e raised to x and derivative e raised to x. First derivative of second.
plus second into derivative of e raised to x. First means e raised to x derivative e raised to x. Okay? That is, in term now then you can take 2 outside. This is the 2 outside. And if I do 2 outside, 2 e raised to x minus a sin to x plus b cos to x. 2 outside minus a sin to x plus b cos to x plus e raised to x into, okay, e raised to x into a cos to x plus b sin to x is given by Marie table equal to y. And by result this is equal to y. But in one was to differentiate here. One more times differentiation. On differentiation, the derivative of y dash, y2 dash is equal to first into 2 e raised to x derivative of second. What is derivative of second? Minus a sin to x derivative. Sin the derivative cos to x into 2. Now minus 2a cos to x. Okay? Minus a into sin derivative cos to x into 2x into 2 minus 2a cos to x. But plus b into cos derivative minus sin to x into x into 2. Minus 2b sin to x. Now first derivative of second. Plus second is minus a sin to x plus b cos to x into 2 e raised to x derivative. First is 2 e raised to x derivative 2 e raised to x. Okay. First into derivative of second plus this second into derivative of first. 2 e raised to x derivative 2 e raised to x plus e y derivative. But a product will apply here. This is what time this is first derivative of second plus second derivative of first plus y derivative of y dash. Second, we did the table 2 outside minus 2 outside. Now minus 2 outside that is 2 and minus 2 only 2 multiply minus 4 e raised to x. Pinna a cos to x plus b sin to x. Plus 2 e raised to x into minus a sin to x plus b cos to x plus y dash. Another 2 outside. That is minus 4 into what is e raised to x a cos to x plus b sin to x. E raised to x into a cos to x plus b sin to x is equal to 3 value that y. That is minus 4y. E table value e raised to x a cos to x plus b sin to x is equal to y. That is minus 4y plus 2 e raised to x into minus a sin to x plus b cos to x plus y dash. Second, then e minus a e raised to x into minus a sin to x plus b cos to x and I will look at the clear result now. In other value, this one 2 e raised to x, that 2 e raised to x minus a sin to x plus b cos to x is equal to e y y dash minus y. 2 e raised to x, 2 e raised to x minus a sin to x plus b cos to x is equal to y dash e y minus y. This is y dash minus y. That is y2 dash is equal to minus 4y 2 e raised to x minus a sin to x plus b cos to x is equal to e taking the value is equal to y dash minus y, then y dash minus y plus this y dash. That is y2 dash is equal to minus 4y minus y minus 5y y dash plus y dash 2y dash. Or right side left side y2 dash minus 2y dash plus 5y is equal to 0, which is the differential equation with the solution y is equal to this one. Second, this is the screenshot of the note like this problem. This is screenshot of the note like okay. നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തുടക്കം ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ മീൻസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് 1. ദാറ്റ് മീൻസ് ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് 1 മീൻസ് ഓൺലി ദ ടേംസ് ഓഫ് dy by dx, x ൻ്റെ ടേം ആൻഡ് ദ y അല്ലേ.
അപ്പം d square y by dx square ടൈം ഉണ്ടെന്ന് വിചാരിക്കുക ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത്. If there exists terms of y2 dash, then order of the differential equation is 2. The first order. Then since we consider the first order differential equation, there exist only terms of y dash, പിന്നെ y and x. അഥവാ ഫംഗ്ഷൻ ഓഫ് x. y2 ഡാഷോ y3 ഡാഷോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? സെക്കൻഡ് ഓർഡർ ആകും, തേർഡ് ഓർഡർ, അങ്ങനെ ഹയർ ഓർഡറിലേക്ക് പോകും. അന്നേരം ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ എക്സാമ്പിൾ ആയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y dash minus xy plus 2 is equal to 0. y dash minus xy plus 2 is equal to 0. അതിനകത്ത് y ഡാഷിൻ്റെ ടൈം ഉണ്ട്, പിന്നെ വൈയുടെ ടൈമും എക്സിൻ്റെ ടൈമും അതാണുള്ളത്. അത് അടുത്ത് വേറെ നോക്കുക. e raised to x into y dash minus sin x is equal to y. What is the order of this differential equation? ഫസ്റ്റ് ഓർഡർ ടൈം ആണ്, സെക്കൻഡ് ഓർഡർ ഇല്ല, ദാറ്റ് മീൻസ് ഓർഡർ 1 ആണ്. ഇതിൻ്റെ അതുപോലെ തന്നെ ഓർഡർ 1 ആയിരിക്കും. Therefore these are first order ordinary differential equations. കാരണം പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ല, dy by dx d square y by dx square എന്ന ടൈംസുകളൊക്കെ ഉള്ളൂ, dy by dx മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം നോക്കിക്കേ. y ഡാഷിൻ്റെ ടൈം പിന്നെ എക്സിൻ്റെ ടൈം വൈയുടെ ടൈം ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമില്ല. ദാറ്റ് ഈസ് ഇൻ ദിസ് ഫോം. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ can be given in this form, a function of the function of x, y and y dash is equal to 0. Here also ഇതിനകത്ത് ഏതൊക്കെയുണ്ട്? എക്സിൻ്റെ ടൈം ഉണ്ട്, വൈയുടെ ടൈം, വൈയുടെ ടൈം വൈ ഡാഷ്. ചിലപ്പോൾ വൈ ഇല്ലെങ്കിൽ 0 വൈ എന്ന് എഴുതും. അന്നേരം അങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഇൻ ദിസ് ഫോം, എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഈസ് ഈക്വൽ ടു 0. അന്നേരം എക്സിൻ്റെയും വൈയുടെയും വൈ ഡാഷിൻ്റെയും ടൈംസ് ഒക്കെ ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡ് എന്തായിരുന്നു? 0 ആയിരിക്കും. ആ ഒരു ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഗിവൺ മീൻ ബൈ ഇംപ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇംപ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ ഫംഗ്ഷൻസും അതുപോലെ നമുക്കറിയാം, ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും. ഇനി ഈ ഇക്വേഷൻ നോക്കിയാൽ y dash minus xy plus 2 is equal to 0, which is an implicit representation. From this, what is y dash? y dash is equal to ഈ ടൈം അപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പുറത്തേക്ക് വന്നാൽ xy minus 2. ഓക്കെ, അന്നേരം ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ യു ക്യാൻ റീറൈറ്റ് ലൈക്ക് ദിസ്, y dash is equal to xy minus 2. അതേപോലെ രണ്ടാമത്തെ നോക്കിക്കേ, y dash is equal to ഈ രണ്ട് ടൈം അപ്പുറം വന്നാൽ sin x plus y divided by e raised to x. അന്നേരം y dash is equal to എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ അന്നേരം y dash is equal to a function of x y. ഇവിടെ y dash is equal to റൈറ്റ് സൈഡിൽ വരുന്ന എന്തായിരിക്കണം? a function of x y. അപ്പം ഇതുപോലെ തന്നെ ഏത് ഇംപ്ലിസിറ്റ് ഫോം തന്നാലും അതിനെ എക്സ്പ്ലിസിറ്റിലേക്ക് മാറ്റാൻ പറ്റണമെന്നില്ല. ചിലത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റാത്തതുണ്ട്. പക്ഷെ മിക്കവാറും എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്ത് പോലെ എഴുതാം, y dash is equal to a function of x y. y dash is equal to a function of x y. If the given differential equation, first order differential equation is in the form y dash is equal to a function of xy, then that is known as explicit form or representation of the differential equation. So okay, അന്നേരം ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയാൽ ഒന്നുകിൽ അത് ഇംപ്ലിസിറ്റ് ഫോമിലായിരിക്കും അഥവാ എക്സ്പ്ലിസിറ്റ് ഫോമിലായിരിക്കും. ഇംപ്ലിസിറ്റ് ഫോം ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സും വൈയും വൈ ഡാഷും എല്ലാം ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എഴുതാം. രണ്ടാമത്തെ എന്തായിരിക്കുന്നതാണ്? y dash is equal, that is dy by dx is equal to എക്സും വൈയും ഉൾക്കൊള്ളുന്നത്. ചിലപ്പോൾ വൈ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ് ഉണ്ടാവണമെന്നില്ല. y dash is equal to y എന്ന് മാത്രം വന്നാലും എന്തായിരിക്കും? ഒരു ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. y dash is equal to y ആണെങ്കിൽ അതെന്തായിരിക്കും? y dash equal to എന്നുള്ളത് അത് എക്സ്പ്ലിസിറ്റ് ഫോമാണ്. ഓക്കെ, അന്നേരം y dash is equal to a function of x y അഥവാ y dash f of x y y dash is equal to 0. അന്നേരം ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ we can write like this, a function of x y y dash is equal to 0 or y dash is equal to a function of x. It's okay. Then next we consider this problem. Find a first order ordinary differential equation involving y and y dash whose solution is y is equal to cos 2x. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുകൾ എന്തായിരിക്കുന്നതാണ്? ജനറൽ സൊല്യൂഷൻ തന്നു, എത്ര ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടോ അത്രയും പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യും, എന്നിട്ട് ആ കോൺസ്റ്റന്റ്സിനെ എലിമിനേറ്റ് ചെയ്യും. ഇവിടെ y is equal to cos 2x. ഇത് സൊല്യൂഷനായി വരുന്ന ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം y is equal to cos 2x എന്ന് പറഞ്ഞ ഈ സൊല്യൂഷൻ അതേതില്ല, ആർബിട്രറി കോൺസ്റ്റന്റ് c ഒന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആർബിട്രറി കോൺസ്റ്റന്റ് ഇല്ലെങ്കിൽ പോലും ചെയ്യുന്ന മാർഗ്ഗം അതാണ്. ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണാൻ വേണ്ടി ഈ തന്നിരിക്കുന്നതിനെ യു ഡിഫറൻഷിയേറ്റ് പാർട്സ്.
Now we will differentiate here y is equal to cos 2x. What is y dash? Cos 2x in the derivative, cos derivative minus sin 2x into 2. That is y dash is equal to minus 2 sin 2x. Okay. And minus 2 sin 2x is minus 2 into. What is sin 2x? Sin square theta is equal to 1 minus cos square theta. Or sin theta is equal to root of 1 minus cos square theta. And sin 2x is root of 1 minus cos square 2x. Okay? And y dash is equal to minus 2 into root of 1 minus cos square 2x. Okay? That is y dash is equal to minus 2 into root of y is equal to cos 2x. And then differentiate cos in the terms you can write that cos 2x is equal to y. And then cos 2x is equal to y. And then y dash is equal to minus 2 into root of 1 minus y square. Cos 2x is equal to y. Cos square 2x is equal to y square root of 1 minus y square. Okay? Then we square here. Square here y dash square is equal to minus 2 into square 4 into root square here 1 minus y square. Or y is equal to cos 2x solution y dash the equation y dash square is equal to 4 into 1 minus y square. This is screenshot save this note like save this note like continuous implicit representation, explicit representation. Find a first order ordinary differential equation whose solution these functions the y values solutions first order differential equation. First problem y is equal to x e raised to minus x. That means we have to find or we shall find a function, a differential equation with the solution y is equal to x e raised to minus x. Now x square plus y square is equal to 36. Third, y is equal to x cube minus 4. Fourth question, y is equal to tan x. Fifth one, y is equal to minus e raised to minus 2x. Then y is equal to x cube. Seventh question, y is equal to e raised to minus x square. So, that is no arbitrary constants. That is first order differential equation. We can differentiate once. The version differentiate. First question, first question is y is equal to x e raised to minus x. What is y dash? On differentiate y dash is equal to first into derivative of second. That is x into e raised to minus x into derivative e raised to minus x into 1 minus 1. That is minus x e raised to minus x plus second into derivative of first e raised to minus x. Okay? Then first into derivative of second plus second into derivative of first. That is y dash is equal to x e raised to minus x and x e raised to minus x is equal to y. That is minus y plus e raised to minus x. Minus y plus e raised to minus x. Or y dash plus y is equal to e raised to minus x. Y dash plus y is equal to e raised to minus x. That is the solution of differential equation. First order ordinary differential equation. Second. Then x square plus y square is equal to 36. X square plus y square is equal to 36. You differentiate here x into square derivative 2x plus 2x into dx by dx. That dx by dx is equal to 1. Similarly, derivative of y square 2y into y derivative y dash is equal to 0. And outside it. That is x plus y dash is equal to 0. X plus y dash is equal to 0. This is x square plus y square is equal to 36 solution differential equation. Okay? Then the question, y is equal to x cube minus 4. Now y is equal to x cube minus 4 implies on the differentiate here. The differentiate here, what is the derivative of y dash is equal to x cube derivative 3x square minus 4 derivative there is 0. So okay? And y dash is equal to 3x square x cube minus 4 y x square x cube minus 4 form x cube multiply both sides by x. X cube minus 4 y
അന്നേരം രണ്ട് വശത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്? എക്സ് വൈ ഡാഷ്, ഇവിടെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ വൈ ഡാഷ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് ക്യൂബ്. ഓക്കെ, ആ 3 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ കൂടെ എന്ത് ചെയ്യണം? നമുക്ക് എക്സ് ക്യൂബ് -4 വേണ്ടേ? നല്ല വൈ എഴുതാൻ പറ്റുമോ? എന്നാൽ ഒരു -4 ആഡ് ചെയ്ത് ഒരു +4 ആഡ് ചെയ്യും ഇതിനകത്താണ്. എന്നാൽ -4 +4 ആഡ് ചെയ്യുന്നത് എക്സ് വൈ ഡാഷ് ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സ് വൈ ഡാഷ് ഈസ് ഈക്വൽ ടു 3x ക്യൂബ്. നമ്മൾ ആ 3 ഇൻറ്റു എക്സ് ക്യൂബ്, ആ എക്സ് ക്യൂബ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു -4 +4 ആഡ് ചെയ്യും. കാരണം എക്സ് ക്യൂബ് -4 കിട്ടിയാൽ അവിടെ നമുക്ക് എന്ത് എഴുതാം? എക്സ് ക്യൂബ് -4 ഈസ് ഈക്വൽ ടു y എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് മറ്റൊരു നമ്പർ ആഡ് ചെയ്യാതിരിക്കാൻ കാരണം? എക്സ് ക്യൂബ് -4 വന്നാൽ യു ക്യാൻ റൈറ്റ് y എന്ന് എഴുതാം. അങ്ങനെ ഒരു -4 ആഡ് ചെയ്ത് +4 ആഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് വൈ ഡാഷ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് എക്സ് വൈ ഡാഷ് ഈസ് ഈക്വൽ 3 ഇൻറ്റു എക്സ് ക്യൂബ് -4 ഒരുമിച്ച് കേൾക്കണം. 3 ഇൻറ്റു എക്സ് ക്യൂബ് -4 പ്ലസ് ഈ 3 കൊണ്ട് ഈ 4 മൾട്ടിപ്ലൈ ചെയ്യും. ഇത് ഒറ്റ ടൈമായിട്ട് എഴുതിക്കണം. അതാണ് 3 ഇൻറ്റു എക്സ് ക്യൂബ് -4 പ്ലസ് 3 ഇൻറ്റു 4 12. ഓക്കെ, കറക്റ്റായില്ലേ? എന്നാൽ എക്സ് വൈ ഡാഷ് ഈസ് ഈക്വൽ ടു 3x ക്യൂബ്, ഇത് -12 +12 0 വരും. എക്സ് ക്യാൻസൽ ചെയ്താൽ വൈ ഡാഷ് ഈസ് ഈക്വൽ 3x² എന്ന് കിട്ടുകയും ചെയ്യും. ഇനി ദാറ്റ് ഈസ് 3 ഇൻറ്റു എക്സ് ക്യൂബ് -4 ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് എക്സ് ക്യൂബ് -4 y ആണ്. ദാറ്റ് ഈസ് എക്സ് വൈ ഡാഷ് ഈസ് ഈക്വൽ ടു 3y + 12 or x y dash is equal to 3y + 12 is the corresponding differential equation. Okay, the next is problem, fourth problem, y is equal to tan x. If y is equal to tan x, on differentiation you have y dash is equal to derivative of tan x. Derivative of tan x is equal to secant square x. ആ secant square എന്ത് ചെയ്യണം? tan x വന്നാൽ you can write there y എന്ന് എഴുതും. അങ്ങനെ ഈ secant square നമ്മൾ എന്ത് ചെയ്യണം? tan x ടൈപ്സിലേക്ക് മാറ്റും. That is y dash is equal to secant square theta is equal to 1 plus tan square theta. और property ले हमें secant square is equal to 1 plus tan square x और y dash is equal to 1 plus tan square x, that is 1 plus tan x is equal to y. ना tan square x ന്റെ വാല്യൂ y square और ഈ y square പറഞ്ഞിട്ട് y dash minus y square is equal to 1. അതായത് ഈ y is equal to tan x ന് കറസ്പോണ്ടിങ് ആയി വരുന്ന ഡിഫറൻഷ്യൽ ഈക്വേഷൻ. അതേപോലെ തന്നെ 4 കണക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ 5-മത്തതും 6-മത്തതും 7-മത്തതും നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഹോംവർക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ. എന്നാൽ ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ടിലേക്ക് പകർത്തണം. എന്നാൽ നോട്ടിലേക്ക് പകർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യുക? ഒന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് ഇത്രയും നോട്ടിലേക്ക് പകർത്തുക. നോട്ടിലേക്ക് പകർത്തുന്നതോടൊപ്പം തന്നെ 5-മത്തെ കണക്കും 6-മത്തെ കണക്കും 7-മത്തെ കണക്കും അത് 3 എന്ത് ചെയ്യണം? ഹോംവർക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യണം. എന്നിട്ട് ചൊവ്വാഴ്ച നാളെ സമയം പറയും. നാളെ എല്ലാവരും എന്ത് ചെയ്യണം? ഓൺലൈൻ വരും. ഓൺലൈൻ വരേണ്ട സമയം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇന്ന് തന്നെ പറയുകയും ചെയ്യും. അതിന് മുമ്പ് ഈ പ്രോബ്ലങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്ന പ്രോബ്ലങ്ങളും എല്ലാവരും നോട്ട് കൂടി എന്ത് ചെയ്യേണ്ടതാണ്? കയ്യിലുണ്ടാകും.